എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് 24,277 ആണ്. മാർക്കറ്റ് 91 പോയിൻ്റാണ് മാർക്കറ്റ് ഓൾറെഡി അപ്പായിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് 24,352 ഭാഗത്ത് ഞാനൊരു വര വരച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടി ഇവിടെ വരക്കാം. 24,354 ആ റേഞ്ചിലാണ് മാർക്കറ്റിൻ്റെ ഒരു ഹയർ ടോപ്പ് എഡ്ജ് നിൽക്കുന്നതിൻ്റെ ഏരിയ. അതായത് ഈ ഒരു ലെവലിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ആണത്. അതുക്കും മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചാൽ മതി. ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ആദ്യത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ അവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 24,384 മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,431 റേഞ്ചിലേക്കാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് ഈ 24,354 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്യാൻഡിൽ മുകളിലോട്ട് ക്ലോസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് 24,296 ലെവലിലേക്ക്, അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഗ്യാപ്പ് ഫില്ലിങ് അത് നമ്മൾ കൂട്ടി വെച്ചാൽ മതി. ഏകദേശം 24,280 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവുന്നത്. നമുക്ക് ആ ഒരു സ്പേസ് മതി ശരിക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട്. നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടതായിട്ടൊന്നുമില്ല. കാരണം ആ ഒരു സ്പേസിൽ നമുക്ക് രാവിലെ പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള, അപ്പോൾ ആദ്യത്തത് എൻട്രി നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടിയാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ 21 പോയിൻ്റ് ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് നമ്മൾ മസ്റ്റായിട്ടും
ഇടാനായിട്ട് ശ്രമിക്കണം. നമ്മൾ വെറുതെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ അർത്ഥമില്ല. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് ഹോൾഡിങ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ചെയ്യാതിരിക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടൊരു കാര്യം. നമ്മൾ അന്നന്ന് ചെറിയ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുക. നമ്മൾ രാവിലെ പറയാറുള്ള പോലെ ഞാൻ ഒരുപാട് ട്രേഡ് ചെയ്യില്ല, കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഞാൻ ഇട്ടിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഞാൻ ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് മാറുന്നതാണ് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 24,300 സിയും 24,500 പി ആണ് നമ്മൾ താൽക്കാലികമായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിൽ RSI പിയിലേക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് വന്ന കാരണം ഒരു റീക്രോസ് ഓവർ മേ ബി നിലവിൽ വന്നേക്കാം. അപ്പോൾ നമ്മൾ പി എപ്പോഴാണ് മെൽറ്റിങ്ങിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 191, ഏകദേശം ഒരു 191 ലെവലിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് ഈ ബോക്സിലേക്കോ ഗ്യാപ്പ് ഫില്ലിങ്ങിനോ വേണ്ടി മാർക്കറ്റ് മൂവ് ചെയ്തേക്കാം. അപ്പോൾ പിയിൽ നമ്മൾ ഇവിടെ താഴത്തുനിന്ന് എവിടെ നിന്ന് റീക്രോസ് ഓവർ ചെയ്ത് വന്നാലും നമ്മുടെ ടാർഗറ്റ് ഈ ബോക്സ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ടാർഗറ്റ് 240 വിത്ത് ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും. പിന്നെയുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് പിയുടെ ആണ് നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. പിന്നെയുള്ള ലെവല് ഏകദേശം 306 ആയിരിക്കും. ഇനി സിയുടെ ലെവലുകൾ നമുക്ക് നോക്കാം. 159 നിൽക്കുന്നത് 200 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. 200 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. 200 മേലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 222, 252 ആണ് അടുത്ത ടാർഗറ്റുകൾ. അത് നമ്മളൊന്ന് മനസ്സിൽ വെക്കുക. 190 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. 180 നിലവിലുള്ള സിയുടെ ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള സിയുടെ ഹൈ 180 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ മാർക്കറ്റ് 193 ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 200 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു 180 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 199 വരെയൊക്കെ നമ്മൾ മനസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. കാരണം സിയിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. SMA ടച്ച് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 200 മേലെ പോയാൽ മാത്രമാണ് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ പിയിൽ ഒരു സപ്പോർട്ട് സോൺ വരച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഈ ലോയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അത് ഈ സോണിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത്. അതേപോലെ സിയിൽ 190 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട്. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ ആവറേജ് ഒരു 184, 180 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 190 ഭാഗത്തേക്ക് പോകാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട്. അതേപോലെ പിയിൽ നമുക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 260 ബ്രേക്ക് ചെയ്യണം. 260 ബ്രേക്ക് ചെയ്താൽ 269 ആദ്യത്തെ മൂവ്മെൻറ്റ് കിട്ടണേ. അതും ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് 269 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. സിയിൽ ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ, അത് റെഡിലേക്ക് കയറിയിട്ടില്ല. റെഡിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു മൂവ്മെൻറ്റ് താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത് ഹൈ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് ആവുന്നതേ ഉള്ളൂ. ഏത് ടൈം ഫ്രെയിമിൽ 1 അവർ ആണെങ്കിലും ഇപ്പോൾ ഇൻഡെക്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് മാർക്കറ്റ് കുറച്ചും കൂടെ ഒന്ന് എത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പിയുടെ മൂവ്മെൻറ്റ്, വളരെ ചെറിയ രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു റിസ്കി ട്രേഡിങ് കോൺസെൻട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 235 നമുക്കൊരു
അടുത്ത ക്യാൻഡിൽ, ഈ ക്യാൻഡിലല്ല, അടുത്ത ക്യാൻഡിൽ ടൈം എന്തായാലും ഫോം ചെയ്യാൻ പോവാണ്. 2 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം അടുത്ത ക്യാൻഡിലിൽ ചെറിയൊരു ലോ വന്നേക്കാം. അതിനുശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ പിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. RSIയുടെ ക്രോസ് ഓവർ നോക്കണ്ട, ഹയർ ടൈം ഫ്രെയിമിൽ കംപ്ലീറ്റ് മാർക്കറ്റ് മേളിൽ നിന്ന് കർവ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ RSIയുടെ ക്രോസ് ഓവർ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് മുകളിലോട്ട് ക്രോസ് ഓവർ ആവാം. സിയിൽ നമ്മൾ 185 ബ്രേക്ക് ചെയ്താൽ മാത്രം നോക്കിയാൽ മതി. 85 തൊട്ട് 93 വരെ. അല്ലാത്ത പക്ഷം പിയുടെ മൂവ്മെൻറ്റ് 260 ബ്രേക്ക് ചെയ്താൽ 267 വരെ താൽക്കാലികമായിട്ടും അവിടെ നിന്നും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 296 വരെയുള്ള മൂവ്മെൻ്റ് ആയിരിക്കും പിയിലുണ്ടാവുന്നത്. പിയുടെ മെൽറ്റിംഗ് ഏരിയ എന്ന് വെച്ചാൽ 192 ഭാഗത്തേക്കാണ് പിയുടെ മെൽറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കേസ് മാർക്കറ്റ് SMA ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇനി SMA ഇനി ടച്ച് ചെയ്യുന്ന കാര്യം നമുക്ക് ഒഴിവാക്കാം. ഒരു വൺ സൈഡ് മാർക്കറ്റ് വരുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. പിയിൽ വളരെ മേജറായിട്ടുള്ള സപ്പോർട്ടാണ് ഇപ്പം നിൽക്കുന്ന ഈ ഒരു സോൺ എന്ന് പറയുന്നത്. ആ സോണിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് മെൽറ്റിങ്ങിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. 1 മിനിറ്റ് കൂടെ ഉണ്ട് അടുത്ത ക്യാൻഡിൽ ഫോം ആവാനായിട്ട്. നമുക്ക് ക്രോസ് ഓവർ കിട്ടി, ഇപ്പോൾ ക്രോസ് ഓവർ കിട്ടിയിട്ടേ ഉള്ളൂ, പക്ഷേ റെഡിലേക്ക് കയറിയിട്ടില്ല. ഇതിങ്ങനെ സ്റ്റേ ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റ് എന്താ പി സൈഡ് തന്നെ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നമുക്ക് ഇവിടെ നിന്ന് റെഡ് ക്രോസ് ഓവർ കിട്ടണം. നിലവിൽ പി ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് എപ്പോൾ മൂവ്മെൻറ്റ് കിട്ടിയാലും സ്റ്റോപ്പ് ലോസ് വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഓൾറെഡി ചെറിയൊരു ഇനിയിപ്പോൾ ഒരു സിയിൽ ഇനിയിപ്പോൾ ഉള്ളതൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. അതായത് ഏകദേശം 158 വരെ. അത് ഇൻഡെക്സിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുന്നതേ ഉള്ളൂ. ഒരു പൊടിക്കും കൂടെ മാർക്കറ്റ് ഒന്ന് ഇറങ്ങാനുണ്ട്. നൂറ്റി 158ലാണ് റിജക്ഷൻ, സിയുടെ റിജക്ഷൻ ഉള്ളത്. നമ്മൾ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും താൽക്കാലികമായിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. 260 മുതൽ 265 ഈ ഒരു ലെവലൊക്കെയാണ് താൽക്കാലികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ എടുത്ത് നമുക്ക് മൂവ് ചെയ്യാമെന്നുള്ളൂ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കറക്ഷൻ വന്നതെന്ന് വെച്ചാൽ 15 മിനിറ്റ്സിൻ്റെ ഇൻഡെക്സ് ചാർട്ടിൽ ചെറിയൊരു റെസ്പെക്റ്റ് അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എവിടെയാ 24,295 ചെറിയൊരു റെസ്പെക്റ്റ് ഏരിയ ഉണ്ട്. അവിടെ ഒന്ന് കിടന്നിട്ട് സ്ട്രഗിൾ ആകണു എന്നുള്ളത് കൊണ്ട് മാത്രമേ ഉള്ളൂ. വേറെ പ്രോബ്ലംസ് ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. നമുക്ക് സിയുടെ ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു കാരണവശാലും, ക്രോസ് ഓവറായി റെഡിലേക്ക് കയറാതെ നമുക്കൊരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ബാക്കി ഗ്യാപ്പ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാനായിട്ട്. ഏകദേശം ഗ്യാപ്പ് ഫില്ലിങ് എന്നുദ്ദേശിക്കുന്നത് നിലവിൽ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന 24,280.10 അതായത് ഇപ്പോൾ നിലവിൽ ഇൻഡെക്സിൻ്റെ ക്യാൻഡിലിൽ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 24,290 ഒരു 10 പോയിൻറ്റിൻ്റെ കൂടെ ലോ ഇൻഡെക്സിൽ വരാനായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. അതൊരൊറ്റടിക്ക്
പിയിലടിച്ച് പ്രോഫിറ്റ് ആക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സിയിലേക്ക് എന്തായാലും ക്രോസ് ഓവർ കഴിയാതെ നമ്മൾ എന്തായാലും ക്രോസ് ഓവർ റെഡിലേക്ക് കയറാതെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 10 പോയിൻ്റ് കൂടെ ഇൻഡെക്സിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ സ്ട്രൈക്ക് ഒരു 5-8 പോയിൻ്റ്, അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ 159 ലെവലിലാണ് നിൽക്കുന്നത്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 159.20 അപ്പോൾ അവിടെ ഏകദേശം കറക്റ്റ് ടാലി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാക്സിമം ഇതിൻ്റെ ഹൈ ഇതിൻ്റെ ലെവലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നതിൻ്റെ റീസൺ. ഇനി വെരി നെക്സ്റ്റ് ക്യാൻഡിൽ, കാരണം നിലവിൽ സിയുടെ ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ക്രോസ് ഓവർ റെഡിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ സീനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ആകെ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ളത് 170 മുതൽ 170 മുകളിലോട്ട് പോയാൽ മാത്രം, 170 പോരാ, 170.50 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ സീനെ പറ്റി ആലോചിച്ച് വെച്ചാൽ മതി. കാരണം ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ് ചെറിയ രീതിയിൽ നടന്നിട്ടുണ്ട്. 159.20 അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ മൂവ്മെൻറ്റ് നടന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടുതൽ പോയിൻ്റൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാടി കയറി സിയിൽ കയറിയിട്ടും കാര്യമില്ല. രണ്ട് സെനാരിയോസ് നോക്കണം. ഒന്ന് 172 മേലെ ക്യാൻഡിൽ പോവുകയും വേണം. SMA സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 2 RSI റെഡിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് സിയുടെ കൺഫർമേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ചാടി കയറി ട്രേഡ് എടുത്തിട്ട് ഒരു കാര്യമില്ല. ഒരു ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. 276 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സിൽ നമ്മൾ പറഞ്ഞത് എല്ലാ കൺഫർമേഷനും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വ്യൂ നോക്കുന്നത്. അപ്പോൾ ഇൻഡെക്സിൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈ എന്ന് വെച്ചാൽ 24,377.90. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു 5 പോയിൻറ്റും കൂടെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇൻഡെക്സിൽ ഗ്യാപ്പ് ഫില്ലാവും. അത് കുറച്ചുകൂടെ താഴത്തോട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിയുടെ ടാർഗറ്റ് 296 മാർക്കറ്റ് ഹിറ്റ് ചെയ്യും. 276 ആയിട്ടുണ്ട് വയലറ്റ് ലൈൻ്റെ ടോപ്പ്. അപ്പോൾ ഇൻഡെക്സിൽ ഏകദേശം ഗ്യാപ്പ് ഫില്ല് ചെയ്യാറായിട്ടുണ്ട്. ചെറിയൊരു ലോ കൂടെ വന്നാൽ മതി. ഏകദേശം ഫില്ലായി എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ സി റെഡിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു കറക്ഷൻ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് 172 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 174, 175 ഭാഗത്തേക്ക് പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂഷനായിട്ട് വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തിരിച്ചൊരു വലിവ് എന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9:20 ക്യാൻഡലിൻ്റെ ഹൈ മാർക്കറ്റ് ഫുൾഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അതിൻ്റെ പരാക്രമമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ 2 രീതികളാണ്. പ്രീവിയസ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ അത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് ഫാളാവും. നേരെ മറിച്ച് 172-74 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് സിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ താഴത്തോട്ട് വരും. കാരണം ഇൻഡെക്സിൽ ഒരു പൊടിക്കും കൂടെ മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാതെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ഇൻഡെക്സിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈ ഞാൻ പലതവണ പറഞ്ഞു 24,280.10 അപ്പോൾ 24,280.10 വന്നിട്ട് റിവേഴ്സ് ആവോ കണ്ടിന്യൂ ചെയ്യോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് പോരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡിലേക്ക് മുട്ടിയിട്ടില്ല, അതുവരെ മാർക്കറ്റ് പിയിലാണ്. കഴിഞ്ഞ മാസമൊക്കെ ഇതേപോലെ ഒരുപാട് സെനാരിയോസ് നമ്മൾ കണ്ടതുകൊണ്ട് നമുക്ക് വലിവോ കാര്യങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പോൾ ഏകദേശം ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ RSIയുടെ ക്രോസ് ഓവർ റെഡിലേക്ക് കയറാതിരിക്കുന്ന അത്രയും കാലം നമ്മൾ എന്താ ചെയ്തത്, പിയിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്തത് 286 വരെ. അപ്പോൾ അപ്പുറത്ത് എന്തായി, ഗ്യാപ്പ് ഓൾറെഡി ഫില്ല് ചെയ്ത് മുട്ടിയിട്ടുണ്ട്. ഇനി ചെറിയൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 296 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ആ ഒരു 21 പോയിൻ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 296 എന്തുകൊണ്ടാണ് വരച്ച് വെച്ചേക്കണമെന്നൊന്ന് നോക്കണം. 296, 295 ലെവല്, ആ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 320ലേക്കായിരിക്കും ബിഗ് മൂവ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ മാക്സിമം പോകാനുള്ളൊരു ഏരിയയിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്, ഗ്യാപ്പ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫില്ല് ചെയ്ത കേസിലാണ് മാർക്കറ്റ് 287 വരെ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഇനി ആ ഒരു 287 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 296ലേക്ക് ഒരു റിജക്ഷൻ എടുക്കത്തുള്ളൂ. ഏകദേശം നമ്മുടെ ആദ്യത്തെ ഒരു വ്യൂ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഇൻഡെക്സിൽ നമ്മൾ ഉദ്ദേശിച്ചത്. ആ ഗ്യാപ്പ് ഫില്ലിങ് മാർക്കറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് നമ്മളൊരു ബ്ലൂ ലൈൻ രാവിലെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ് ഫില്ലിങ്ങിന് മാർക്കറ്റ് വരാനായിട്ടുള്ള. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, കണ്ടിന്യൂഷൻ ഫ്ലോ താഴത്തോട്ടാണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത 15 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു റെഡ് ക്യാൻഡിൽ ഇപ്പോൾ ഈ ക്യാൻഡിൽ ഇനി ഇവിടെ സെറ്റിലാവും. ഇവിടെ സെറ്റിലായി കഴിഞ്ഞിട്ട് എഗെയിൻ അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ലോവിലേക്കാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഗ്യാപ്പ് ഫില്ലും കവർ ചെയ്ത് മാർക്കറ്റ് SMAയിലേക്ക് മുട്ടാനായിട്ട് വരും. അപ്പോൾ നമുക്കിനി അടുത്ത മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇൻഡെക്സ് ചാർട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കിയാൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ കറക്റ്റായിട്ട് അറ്റപ്പറ്റയാണ് അത് മുട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത്, അത് മുട്ടി അറ്റേ ടൈമിൽ ഓപ്പോസിറ്റ് സിയുടെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, അതായത് പിയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അറ്റേ ടൈമിൽ അത് എക്സൈറ്റ് ചെയ്ത് സി എടുക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ 9:20 ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. ആ ഹൈയും ടച്ച് ചെയ്ത് 174 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 195 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് 9:20 ക്യാൻഡിലിൽ റിവേഴ്സ് നമ്മൾ കാത്തിരുന്നു, പക്ഷേ ഗ്യാപ്പ് ഫില്ലിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് RSI ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പി എക്സിറ്റ് ആവുക, അവിടെ നിന്നുള്ള റിവേഴ്സ് ഓപ്പോസിറ്റ് സി എടുത്താലും അതിൻ്റെ മാക്സിമം വരാനുള്ള ഒരു ലെവല് അത് എടുക്കുവാണെങ്കിൽ നമ്മൾ താഴത്തുനിന്ന് എടുക്കണം. ആ മുട്ടി അറ്റേ ടൈമിൽ റിജക്ഷൻ, ആദ്യത്തെ റെസ്പെക്റ്റ് എന്തായാലും ഉണ്ടാകും. മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന, ആദ്യം ബഹുമാനം കാണിക്കുന്ന അതേ പ്രയോറിറ്റി തന്നെയാണ് ഇവിടെ ക്യാൻഡിലും. ആദ്യത്തെ ഗ്യാപ്പ് ഫില്ലിങ് റെസ്പെക്റ്റ് ചെയ്തു, അവിടെ നിന്നുള്ള റിവേഴ്സ് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും കുഴപ്പമില്ല, ഒരു പോയിൻ്റ് കയറ്റി വെച്ചാലും കുഴപ്പമില്ല. ഈ ക്യാൻഡിൽ വന്ന് മുട്ടാനുള്ളത് ഒന്നെങ്കിൽ ഈ 156 താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ആവണം, അല്ലെങ്കിൽ മാർക്കറ്റ് 172.65 വന്നേ പറ്റത്തുള്ളൂ. RSI ഓൾറെഡി ക്രോസ് ഓവർ സിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നു, വരണമെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ 156 താഴത്തോട്ട് പോട്ടെ, നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്യാപ്പ് ഫില്ല് ചെയ്തു, അവിടെ നിന്നുള്ള റിവേഴ്സൽ എന്തായാലും മാർക്കറ്റ് 176.25 ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 176 ആ റെഡ് ലൈനിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്.
അപ്പോൾ ആ റിവേഴ്സിൽ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 50 നിന്നാണെങ്കിലും 72 വരെ ഈസി ആയിട്ട് 22 പോയിന്റ് കിട്ടും. ഇനിയിപ്പോൾ RSI ഈ മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് ഇനി സി സൈഡായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. അത് ഇനി അഗെയിൻ 175 എന്നുള്ള റെസിസ്റ്റൻ്റ് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്യണം. ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ബ്രേക്ക് ചെയ്യാൻ. കുറച്ച് നേരം ഇവിടെ അധികം കിടന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് ഇനി നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. കാരണം 1 2 3 4 5 6 7 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്ത ലെവലിലാണ് ആദ്യം തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിസ്സാരമായിട്ട് പോവില്ല. നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിൽ ഹൈ വരെയാണ് പ്രതീക്ഷിച്ചിട്ടുള്ളൂ, 174 വരെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഇനി 175 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 175 177 ഇവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട്, അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇനി 193 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു പോയിന്റ് പിടിച്ചാലും നമുക്കെന്താ രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള പോയിന്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻഡെക്സിൽ നോക്കിയ റേഞ്ച് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 9:45 ക്യാൻഡിൽ, ഇത് 10 മിനിറ്റിൻ്റെയാണ്, സോറി 10 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ നിലവിലുള്ള പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ SMA ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിരിക്കും. അത് പ്രീവിയസ് ക്യാൻഡിൽ റെഡ് എങ്ങനെയായിരുന്നോ അതേ ലെങ്ത്തോട് കൂടിയിട്ടുള്ള ക്യാൻഡിലായിരിക്കും ഫോം ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി, ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. അത് വരുമോ എന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഇവിടെ ഭയങ്കര 175-77 ഡബിൾ കൺസോൾട്ടേഷൻ സോളിഡ് റെസിസ്റ്റൻ്റ് ആണ്. അത് ബ്രേക്ക് ചെയ്യൽ ഒരു ഇത്തിരി പാടാണ്. ഒരു 5-8 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്തിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിലിൽ തന്നെ 186 191 മാർക്കറ്റ് പോകും. അപ്പോൾ അതേപോലെ തന്നെ പിയിൽ 245 എന്നുള്ള സോളിഡ് ആയിട്ടുള്ള 245 238 എന്നുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഈ താഴത്തെ ഈ ബോക്സിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ഡൗൺ ആവുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ട് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടൽ നടക്കത്തുമില്ല. ഇവിടെ വളരെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസും നിലവിലുണ്ട്. പിന്നെ മൂന്നാമത്തെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത്തെ കേസ് ഈ രണ്ട് പ്ലാനും വർക്കൗട്ടായാലും പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഈ RSI മേളിലോട്ട് പോയി തിരിച്ച് ക്രോസ് ഓവർ ആവുന്നത് വരെ ഈ കൺസോൾട്ടേഷൻ 175 185 കൺസോൾട്ടേഷൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് RSI മേളിൽ പോയി താഴത്തോട്ട് തിരിയുന്ന കൂട്ടത്തിൽ 155 ബ്രേക്ക് ചെയ്ത് ഒരൊറ്റപ്പോക്ക് താഴത്തോട്ട്. ഇതിലേതാണ് വരുന്നതെന്നുള്ളത് നമ്മൾ മുമ്പോട്ടുള്ള യാത്രയിലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ ആകെ ഉള്ളതൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ളത് 10 മണിക്കാണ്. 10 മണിക്ക് ഒരു ടാർഗറ്റ് ഹിറ്റിംഗ് ഉണ്ട്. അത് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ദിവസത്തെയും പോലെ തന്നെയുള്ള മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 175 ബ്രേക്ക് ചെയ്താൽ 187 196 ഒരു മൂവ്മെൻ്റ് ആയിരിക്കും സിയിൽ വരുന്നത്. ഇനി നമുക്കത് 15 മിനിറ്റിലേക്കൊന്ന് സി മാറ്റി നോക്കാം. 15 മിനിറ്റിൽ എന്തെങ്കിലും ഉടായ്പ് നിലവിലുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. 182 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. രണ്ടാമത്തെ കേസ് 15 മിനിറ്റ്സിൽ RSI താഴത്ത് ഗ്രീനിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 5 മിനിറ്റ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് കറങ്ങി തിരിഞ്ഞ് അവിടെ നിൽക്കാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. നമുക്ക് വെയിറ്റ് ചെയ്യാം. RSI ക്രോസ് ഓവർ വരെ മാർക്കറ്റ് സിയിൽ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്താണ് അവിടെ തീരുമാനിച്ച് വെച്ചേക്കുന്നത് നമുക്ക് കറക്റ്റായിട്ടൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. എന്നാലും ഞാനൊരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഞാനൊരു 193 വരെ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഹൈ വോളിയം വന്നാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. ഇതൊരു ഡോജി ക്യാൻഡിലാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻഡിസിഷൻ ഏരിയാസാണ് ഇവിടെ. ആർക്കിട്ട് പണി കൊടുക്കണം എന്നാലോചിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൻ്റെ റീസൺ RSI സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണമാണ്. പിന്നെ ടഫാണ് ഇവിടെ ഇത്തിരി ബ്രേക്കൗട്ട് ചെയ്യാൻ. ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പവറുള്ള ആൾക്കാർ വരണം. നല്ല പവറുള്ള ആൾക്കാർ അതും തുറന്ന് ഒരൊറ്റ പോക്ക് 187
195 പോയാൽ നമുക്ക് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം. ഇപ്പോൾ റെഡ് ക്യാൻഡിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും റെഡ് ആവണമെന്നില്ല. കുറച്ച് പവർ കൂട്ടിയെടുക്കാൻ വേണ്ടി താഴത്തോട്ട് വന്നതാണ്. വെരി നെക്സ്റ്റ് ക്യാൻഡിലോ അതിൻ്റെ പിന്നത്തെ ക്യാൻഡിലോ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ 9:55 10 മണിക്ക് ഒരൊറ്റ ഹിറ്റ് ചിലപ്പോൾ 193 പോവില്ല എന്ന് എങ്ങനെ അറിയാൻ പറ്റും? കാരണം ഈ നിലവിലുള്ള റെഡ് ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. RSI 50% അപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു ബ്രേക്കൗട്ട് മുകളിലേക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് 185 താഴത്തോട്ട് മൂവ് ആയാൽ മാത്രമാണ് അത് ഡൗൺ ആയി എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഹൈ വോളിയം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റടിക്ക് 188 193 മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഊർജ്ജം സംഭരിക്കാൻ താഴത്തോട്ട് വന്നതാണ് ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ കണ്ടറിയാം. 10 മണിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ 86 93 ആയിരിക്കും മാർക്കറ്റ് ചെന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ഏരിയാസ്. ഇങ്ങനെ നിൽക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആർക്കട്ടാണ് പണി കൊടുക്കാൻ പോണതെന്ന് മാർക്കറ്റിനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സി കാർക്കട്ട് പണി കൊടുക്കണോ പി കാർക്കട്ട് പണി കൊടുക്കണോ എന്നാണ് ഇപ്പോൾ ആലോചിക്കണത് മാർക്കറ്റിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്ന സ്ഥലവും ഒക്കെ നോക്കിയിട്ടാണ് മാർക്കറ്റ് പണി കൊടുക്കുന്നത്. എന്തായാലും 10 മണിക്ക് മുമ്പ് അത്യാവശ്യം ഒരു 10-15 പോയിന്റ് നിൽക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് ക്യാൻഡിലിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഏത് സൈഡിട്ടാണെന്നുള്ള കാര്യത്തിൽ ഈ കൺസോൾട്ടേഷൻ സോണിൽ നിൽക്കണ കാരണം നമുക്ക് മെജോറിറ്റി ഞാൻ വിചാരിക്കുന്നത് സിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അത് ആ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പിയിൽ ഓൾറെഡി ഉണ്ട്. RSI സിയിൽ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്യാൻഡിലിൽ 10 മണി, അതായത് 9:55 10 മണിയിലുള്ള 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ നല്ല രീതിയിലൊരു ഒരു ചീറ്റിങ് നല്ല രീതിയിൽ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇവിടെയും ബേസിലാണ് ഒരു ബേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ബട്ട് RSI ക്രോസ് ഓവറാണ്, വൈറ്റ് ഡോട്ടും ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ലോ ക്രിയേറ്റ് ചെയ്താൽ നേരെ താഴത്തോട്ട് വരും. അതർവൈസ് മാർക്കറ്റ് 257 വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് 257 മുകളിലോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് പിയിലെ മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ മാർക്കറ്റ് പിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. 257 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് പിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. 164 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്ത് 155 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സി ഡൗണും ആവത്തുള്ളൂ. പിന്നെ സിയിൽ 24,328 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. 1 അവർ ടൈം ഫ്രെയിമിൽ 10.4. ഇതിവിടെ ഇങ്ങനെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും എന്തായാലും. പിന്നെ 24,387.15 സിയിൽ ഒരു സ്പേസ് 1 അവർ ചാർട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ബിഗ് മൂവ്മെൻ്റ് ആണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത 1 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ എന്തായാലും പിയുടെ പുറകെ ഉടനെ പോകുന്നില്ല. 260 ബ്രേക്ക് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കേസ് RSI ക്രോസ് ഓവറും ആവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതൊരു ട്രാപ്പാണ്. പിയെ സംബന്ധിച്ച് ഒരു ട്രാപ്പ് ആവാനായിട്ടുള്ള, കാരണം നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കേസാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻട്രിയൊക്കെ പക്കയാണ്. സിയിൽ നമ്മുടെ എൻട്രി കറക്റ്റാണ്. 1 2 3 4 5 6 ക്യാൻഡിലിൽ ഒരു 3 എണ്ണം ഒന്ന് സ്റ്റെപ്പ് മുകളിലോട്ട് നമ്മൾ കണക്ക് കൂട്ടിയാലും 187 അല്ലെങ്കിൽ 195 ടാർഗറ്റ് ഓൾറെഡി എത്തേണ്ടതാണ്. പക്ഷേ മൂന്നാമത്തെ പ്ലാൻ പ്രകാരം മാർക്കറ്റ് മേളിപ്പോയി RSI തിരിച്ച് ക്രോസ് ഓവർ ആവുന്ന സമയം ഇത് സ്റ്റേബിളായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് മൂന്നാമത്തെ പ്ലാനിൽ
പിയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ടാവത്തുള്ളൂ. അത് ചുമ്മാ സ്റ്റാർട്ടാവില്ല. RSIയുടെ ക്രോസ് ഓവർ കിട്ടണം, മാർക്കറ്റ് 257-ൻ്റെ മേളിൽ ക്ലോസ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് പിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് 270 കൂടെ ബ്രേക്ക് ചെയ്താൽ 296 നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുവരെ മാർക്കറ്റ് സി സൈഡിലേക്ക് തന്നെയാണ്. പിന്നെ സി സൈഡിൽ 10:15 കഴിയുമ്പോഴാണ് ഏകദേശം നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൃത്യമായിട്ട് അറിയാനായിട്ടുള്ള പോസിബിലിറ്റീസ് മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളൊന്ന് കരുതിയിരിക്കണം. നമ്മൾ പറഞ്ഞത് 10:15 ശേഷമാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് പറഞ്ഞിരിക്കണേ. ഈ 10:15 ശേഷമുള്ള ഈ മൂവ്മെൻറ്റ് സിയിലേക്കാണോ പിയിലേക്കാണോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിലവിലത്തെ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് 175 ബ്രേക്ക് ചെയ്താൽ 177, 187, 192. നേരെ മറിച്ച് 160 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ സി 130 വരെ ഡൗൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 160 ബ്രേക്ക് ചെയ്യുന്ന മുറയ്ക്ക് പി 239 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. വോളിയം സിയിൽ കയറുന്നില്ല, പിയിൽ കയറുന്ന വോളിയം സിയിൽ കയറുന്നില്ല. അത് ചിലപ്പോൾ ആൾക്കാർ ഇനി കൺവേർട്ട് ചെയ്ത് വരണം. കൺവേർട്ട് ചെയ്ത് വന്നാൽ ഒരൊറ്റടിക്കുള്ള മൂവ്മെൻറ്റ് സിംഗിൾ ക്യാൻഡിലിൽ 186 വരെ പോകത്തുള്ളൂ. കാരണം ഇവിടെ നല്ല രീതിയിലുള്ള സ്ട്രോങ് വോളിയം റെസിസ്റ്റൻസ് ആണ്. നമ്മൾ വളരെ ടഫാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നല്ല ഹൈ വോളിയം ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമാണ് ഇവിടെ 187, 194 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. കാരണം വണ്ടി ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. ഇനി വരുന്ന ക്യാൻഡിലിൽ നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഹൈ വോളിയം ക്യാൻഡിലായിരിക്കും. നേരെ മറിച്ച് 167, 165 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പീക്ക് അനുകൂലമായിട്ടായിരിക്കും മൂവ് ചെയ്യണത്. ഇവിടെ പിന്നെ രണ്ടാമത്തെ കേസ്, ഇവിടെ കഴിഞ്ഞ 2 ദിവസത്തെ, അതായത് വെനസ്ഡേ 27-ാം തീയതിയിലെയും 28 വ്യാഴാഴ്ചത്തെയും ലോ ലെവലിലാണ് പി ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ആ സപ്പോർട്ട് നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് ഈ ബോക്സിൽ എവിടെ നിന്നാണ് റിവേഴ്സ് ആവൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് തമ്മിൽ ടാലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിവിടെ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. 179, 181, 182, 182.70. ഇപ്പോൾ ബോക്സും കൂടെ ഡിലീറ്റ് ചെയ്യാം. കാരണം നമ്മൾ എവിടെ എന്ത് വരച്ചിട്ടാലും അവിടെ കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. അതാണ് കറക്റ്റ് ബോക്സിൻ്റെ ടോപ്പർ ലെവലിലാണ് റെസ്പെക്റ്റ് ചെയ്തിരിക്കണേ. ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് വന്നാൽ മാർക്കറ്റ് 190ലേക്ക് ഫാൾ ആവണം. അത് കമ്പയർ ചെയ്തുകൊണ്ട് മാർക്കറ്റ് 187, 184 ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. മാർക്കറ്റ് 188 ആയിട്ടുണ്ട്. 188ൽ ഇവിടെ യെല്ലോ ലൈൻ്റെ ബോർഡർ ലൈനിലാണ് റെസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ റെസ്പെക്റ്റാണ്. $187, 189, 191. അപ്പോൾ നമ്മൾ 24,388 ഭാഗത്തേക്ക് 10:15 ക്യാൻഡലിലൊരു മൂവ്മെൻ്റാണ് നമ്മൾ പറഞ്ഞത്. 24,388. ശരിക്കും കണക്കും പ്രകാരം ഒരു 10 പോയിൻ്റ് കൂടെ ഇൻഡെക്സിൽ പോകാനുണ്ട്. സ്ട്രൈക്കിൻ്റെ കണക്ക് പ്രകാരം ഡെൽറ്റ വാല്യൂ കുറഞ്ഞത് കാരണം ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ 193 ആണ് ഏകദേശം പറഞ്ഞത്. ബഫർ സോണും കൂടെ കണക്കാക്കിയ മാർക്കറ്റ് 192 വരെ മാർക്കറ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റൊക്കെ റീച്ച് ചെയ്തിട്ടുണ്ട്. RSI സിയിൽ ക്രോസ് ഓവർ ആയിട്ടും നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തില്ല.
കാരണം സിയിൽ 24,388 മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ളത് കാരണമാണ് നമ്മൾ സിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തതും. 10.15 ഹൈ വോളിയം ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സിംഗിൾ ക്യാൻഡിലിൽ 185 വരെ പിന്നെയും പോയാൽ നമ്മൾ ഏകദേശം പറഞ്ഞ 193 ആണ്. അത് കൾസർ വെച്ചിട്ട് പറഞ്ഞാണ്. പക്ഷേ ബഫർ സോൺ കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ 190 1.90 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ 21 പോയിൻ്റ് ഈസി ആയിട്ട് അവിടെയും ടാലി ആയിട്ടുണ്ട്. 193 മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 24,383 മാർക്കറ്റ് 24,377 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒക്കെ ടാലി ആയിട്ടാണ് നിൽക്കുന്നത്. അതിൽ പിന്നെ 10 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ 1/3 എന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബേസിലാണ് 15 മിനിറ്റിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ട്രെൻഡ് കണ്ടിന്യൂഷൻ 24,384 ഒരു 6 പോയിൻറ്റും കൂടെ ടച്ച് ചെയ്യാനായിട്ടുണ്ട് മാർക്കറ്റ് ഇൻഡെക്സിൽ. നമ്മൾ പി എൽ അല്ലെങ്കിൽ ഇൻഡെക്സിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി ചെറിയ 2-3 പോയിൻ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത അതേ സെനാരിയോ തന്നെയാണ് സിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഇത് ഇൻഡെക്സിൽ കുറച്ചും കൂടെ ഒന്ന് മുട്ടാനുണ്ട്. 24,396 ശരിക്കും ഒന്നും കൂടെ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 20 പോയിൻ്റ് ശരിക്കും മുട്ടാനായിട്ട് നിൽപ്പുണ്ട്. 15 മിനിറ്റ്സിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒരു സെനാരിയോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്കൊന്നും കൂടെ റീകാൽക്കുലേറ്റ് ചെയ്യാം. 204 എന്നുള്ളത് ഒരു ട്രിഗർ പോയിൻ്റ് ടച്ച് ചെയ്യാനായിട്ട് മിച്ചം വെച്ചിട്ടുണ്ട്. അതും കൂടെ അറിഞ്ഞതിന് ശേഷം നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. 204.50 എന്നുള്ള ഒരു റേഞ്ച് ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ മിച്ചം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സിൽ 24,396 ഉണ്ട്. 396 എന്ന് പറയുമ്പോൾ 20 പോയിൻ്റ്. 20 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഡെൽറ്റ വാല്യൂ കണക്ക് കൂട്ടുമ്പോഴത്തേക്കും ഒരു 204-205 ടാലിയായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് മുട്ടുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റോട് കൂടിയിട്ടാണ് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്കതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒറ്റയടിക്കൊന്നും 204 വരും. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ക്യാൻഡിലും ഗ്രീനോട് കൂടി ഒട്ടും സമയം കളയാതെ 204 എത്തിയിട്ട് എൻ്റെ പണി തീർക്കാം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ അതൊക്കെ പ്രീവിയസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്യാൻഡിലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് വരാം. അതിനുശേഷം നിലവിലുള്ള ഹൈ അനദർ 2 ക്യാൻഡിലിന് ശേഷം ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ 204.50 പോകുന്നത്. എന്തായാലും 204.50 പോകുമോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ പിയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ കേസ് പിയിൽ RSIയുടെ ക്രോസ് ഓവർ കിട്ടി റെഡിലേക്ക് കയറണം. അത്ര സമയമുണ്ട്. അപ്പോൾ ആ സമയം 200 തൊട്ട് 191 204 പോകാനായിട്ട് 10 പോയിൻ്റ് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കൂടുതൽ നേരം വെയിറ്റ് ചെയ്തിട്ട് 204 എത്തുവാണെങ്കിൽ നമുക്കപ്പോൾ ലൈവ് വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നു. എനിവേ ഐ ആം വെയിറ്റിംഗ്. അപ്പോൾ നമ്മൾ 204 നമ്മൾ പറഞ്ഞത്. മാർക്കറ്റ് 206 209. അപ്പോൾ ഏകദേശം അതിൻ്റെ മുകളിൽ നമ്മൾ ഇൻഡെക്സിൽ പറഞ്ഞ ലെവലും കഴിഞ്ഞിട്ട് മാർക്കറ്റ് 211 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. ഇനി മാർക്കറ്റ് പോകാനുള്ള സ്ഥലം ഒരു വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് 211. ഇനി അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 220 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണത്. നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. 211 ലെവലിൽ മാക്സിമം കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു 200 ലെവലിൽ ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക. മാക്സിമം ഇവിടെ കൊടുക്കണം. എന്നിട്ട് 200 മിച്ചമുള്ളത് ലോക്ക് ചെയ്തിട്ട് ട്രെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇനി മാർക്കറ്റ് ഒരു ഹിറ്റ് വരാനായിട്ടുള്ളത് നമ്മൾ 200 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ രാവിലെ പറഞ്ഞേക്കുന്നതാണ്. 200 ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ 221 242 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ 5 മിനിറ്റിൻ്റെ RSIയുടെ ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടില്ല. അപ്പോൾ
നമ്മൾ പ്ലാൻ ചെയ്തത് 170-ലാണ് പ്ലാൻ ചെയ്തത്. 40 പോയിൻ്റ് ഓൾറെഡി നമുക്ക് റീച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 213 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ഇവിടേക്ക്. അതിനുശേഷമാണ് മാർക്കറ്റ് നിലവിൽ കയറി പോകത്തുള്ളൂ. അപ്പോൾ മാക്സിമം കൊടുത്ത് ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 220 കൂടെ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ, 220 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റേ ചെയ്താൽ മാർക്കറ്റ് 255 ഉണ്ട്, 280 ലെവലൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുണ്ട്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതാണ് മെജോറിറ്റി ബുക്ക് ചെയ്യാം. ശേഷം കയറ്റി വെച്ച് ട്രെയിൽ ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി കിട്ടുവാണെങ്കിൽ 255 കിട്ടാം, 280 കിട്ടാം, 294 കിട്ടാം, മാക്സിമം 307 വരെ മാർക്കറ്റ് കിട്ടാം. അപ്പം നമ്മൾ പറഞ്ഞ അടുത്ത ടാർഗറ്റ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 220 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത പ്രോഫിറ്റാണ്. മാക്സിമം ഇനിയിപ്പോൾ മിച്ചമുള്ള ലോട്ട് സൈസിൽ കുറച്ചും കൂടെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് കുറച്ചും കൂടെ ട്രെയിൽ ചെയ്ത് കയറ്റി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഏത് നിമിഷവും പിയിലേക്ക് ഒരു ഡൈവർജൻസ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, ഇവിടെ 220-ൽ 250-ൽ മാക്സിമം കൊടുത്തിട്ട് നമുക്ക് ബാക്കി പുറകെ ഹോൾഡ് ചെയ്യാം. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. അതേപോലെ ജനുവരിയിൽ നമ്മൾ 1 ഇയർ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതേ ലൈവ് തന്നെ 1 ഇയർ മൊത്തത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കാനായിട്ട് പറ്റും. 1 ഇയർ കൊണ്ട് 2026 ആകുമ്പോൾ ഒരു ട്രേഡർ ആവണം. ആൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കേസല്ല. 1 വർഷമൊക്കെ ഒരു ലൈവ് റൂമിലിരിക്കുക, പഠിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇറിറ്റേഷനുള്ള കാര്യങ്ങളാണ്. പക്ഷെ നേരെ മറിച്ച് ഈ 1 മാസം എൻ്റെ കൂടെ ഇരിക്കൂ, അടുത്ത മാസം നിങ്ങളെ പ്രോ ട്രേഡറാക്കി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ വരും. ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ ജെനുവിനായിട്ട് പറയണം. അല്ലാതെ നമ്മൾ വെറുതെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഹൈഡ് ചെയ്ത് പറയരുതെന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ സ്ട്രാറ്റജി ആണെങ്കിലും മൊത്തം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതുമൊക്കെ. ഒന്നും ഞാനിവിടെ ഹൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്, 1 ഇയർ എങ്കിലും കണ്ടിന്യൂസ് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ച് പറയാം. പല സ്ട്രാറ്റജിയുടെ പുറകെ പോയാൽ പല വർഷങ്ങളെടുക്കും, ഒരു സ്ട്രാറ്റജിയുടെ പുറകെ പോയാൽ 1 വർഷം എടുക്കും. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.